ഹലോ, നമ്മള് ഗുരുവായൂരമ്പലത്തിന് 2ാം ദിവസമാണ്. രാവിലെ 4 മണിയായപ്പോഴത്തേക്കും ചോറ് കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ കേട്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പം മുണ്ട് വാങ്ങിക്കാൻ വേണ്ടി ചെന്നു. അവിടെ കട അടയ്ക്കുന്നില്ല, പൊതുവെ ഒരു കടകളും തന്നെ. അപ്പം രാവിലെ ആദ്യക്കുട്ടനും വസക്കുട്ടനും ഓരോ മുണ്ട് വാങ്ങിച്ചു. ഈ സെറ്റ് മുണ്ട് അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. ഏതായാലും അമ്പലത്തിനകത്തേക്ക് ക്യാമറ ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ക്യാമറ എല്ലാം റൂമിൽ വെച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ ചോറ് കൊടുക്കുമ്പോൾ ടിക്കറ്റ് എടുക്കുമ്പോൾ കൂടെ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞിട്ട് 100 രൂപ ടിക്കറ്റ് കൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവർ ഇതുപോലെ ഒരു ഫോട്ടോ എടുത്ത് തരും. അപ്പൊ പിന്നീട് അത് ഫോണിലേക്ക് അയച്ചു തരും. ഞങ്ങൾ തൊഴിലിറങ്ങിയപ്പോഴത്തേക്ക് ഒരു 7 മണി കഴിഞ്ഞു. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ മമ്മിയൂർ ആനക്കൊട്ടില് കാണാൻ വേണ്ടി പോയി. അപ്പം കുറെ ആനയൊക്കെ ഒരുമിച്ച് കാണാം, പിള്ളേർക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ നിർത്തിയെന്നാണ്. നല്ല രസമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. നല്ല കാടും ഒക്കെ ആയിട്ട് നല്ല തണലൊക്കെ ആയിട്ട് ചെന്നപ്പോൾ തന്നെ ഇങ്ങനെ നല്ലൊരു സീനായിരുന്നു. കുളിയൊക്കെ കഴിഞ്ഞൊരു സുന്ദര കുട്ടപ്പൻ ആന ആ ഒരു എന്താ പറയണേ പനമ്പട്ടയൊക്കെ പിടിച്ചോണ്ട് അങ്ങനെ നടന്നു വരുന്നത്. ഏതായാലും കുറെ ഏരിയ ഉണ്ട്, നമ്മൾ കുറെ നടന്നു. പിന്നെ അന്നത്തെ ദിവസമായിരുന്നു ഈ പോളിയോ കൊടുക്കുന്നത്. അപ്പം വേറെ അമ്പലത്തിലൊക്കെ ഇതുപോലെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഏതായാലും നമ്മൾ ഇത്തവണ മമ്മിയൂർ വന്നിട്ടാണ് പോളിയോ കൊടുത്തത്. രാവിലെ ആയിരുന്നതുകൊണ്ട് ആനയെല്ലാം കുളിപ്പിക്കുകയും അപ്പൊ കുളി കഴിഞ്ഞിട്ട് ഭക്ഷണം കൊടുക്കുന്നതും അങ്ങനെയുള്ള കുറെ സീനുകളൊക്കെ ആയിരുന്നു. ഏതായാലും നല്ല രസം അത് കണ്ടോണ്ട് നിൽക്കാൻ. അത് കൊള്ളാം. അവരിങ്ങനെ ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ ആ വാഴപ്പിണ്ടിയുടെ ഒക്കെ തൊണ്ട് കളഞ്ഞ് തന്നെ താനെ കഴിക്കണത്. ഇപ്പൊ ഇത് കണ്ടില്ലേ, ഒരു നല്ല തണുപ്പൊക്കെ ആയിരിക്കും. മൊത്തത്തിൽ ചൂടാണല്ലോ. അപ്പൊ നല്ല വെള്ളമൊക്കെ ഒഴിച്ച് കുളിപ്പിക്കുമ്പോഴത്തേക്ക് നല്ല സുഖമായിട്ട് അവരെങ്ങനെയാണ് കിടക്കണേ കുറെ സീൻ. അപ്പൊ രാവിലെ ഇതൊക്കെയായിരുന്നു. അതുപോലെ കുളിച്ച് കഴിഞ്ഞ് കുറിയൊക്കെ തൊട്ട് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് നിൽക്കുന്ന ആനകളും അങ്ങനെ കുറെ സീനുകളായിരുന്നു. ഏതായാലും നമ്മൾ മമ്മിയൊരു അമ്പലത്തിലും കൂടി ഇതിന് തൊട്ടുമ്പോൾ തൊഴുതായിരുന്നു കേട്ടോ. അതൊരു ശിവന്റെ അമ്പലമാണ്, കൊള്ളാം. അതും നല്ല രീതിയിലാണ് ഇരിക്കുന്നത്. അങ്ങനെ മമ്മിയൊരു അമ്പലത്തിലും കയറി ആനക്കൊട്ടിലും കണ്ട് ഹാപ്പി ആയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു.